ഇന്ത്യയിലെ കോടിക്കണക്കിന് പാവപ്പെട്ടവരെയും കേരളത്തിൽ 22 ലക്ഷം മനുഷ്യരെയും അവരുടെ കുടുംബങ്ങളെയും ബാധിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നത്തിൽ ഗവൺമെന്റിന്റെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചത്. ഇപ്പൊ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി 2004 ഇടതുപക്ഷ പിന്തുണയിൽ അധികാരത്തിലെത്തിയ ഒന്നാം UPA ഗവൺമെന്റ് ഇടതുപക്ഷത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് നടപ്പാക്കിയ പദ്ധതിയാണ്. ഇടതുപക്ഷവും UPAയും ചേർന്ന് പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നതിന് തയ്യാറാക്കിയിട്ടുള്ള ഒരു പൊതു മിനിമം പരിപാടി ഉണ്ടായിരുന്നു. ആ പൊതു മിനിമം പരിപാടിയിലാണ് ദേശീയ തൊഴിലുറപ്പ് നിയമം പദ്ധതി നടപ്പാക്കുമെന്നതും ഉൾപ്പെടുത്തിയത്. ഇടതുപക്ഷത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് മാത്രം ഒന്നാം UPA ഗവൺമെന്റ് കൊണ്ടുവരാൻ നിർബന്ധിതമായ പദ്ധതിയാണ്. അതിപ്പോ ഒന്നാം UPA ഗവൺമെന്റിൽ ഇടതുപക്ഷ പിന്തുണ ഇല്ലാതായത് മുതൽ ഈ പദ്ധതി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയായിരുന്നു. രണ്ടാം UPA ഗവൺമെന്റിന്റെ കാലത്ത് ആ ശ്രമങ്ങൾ കൂടുതൽ തീവ്രമായി നടപ്പാക്കി തുടങ്ങി. പലതവണ അതിൽ വെള്ളം ചേർത്തു. BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതോടുകൂടി അത് അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണ്. അതിപ്പോ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. അതാണ് ഇന്ന് പാർലമെന്റിൽ 12 മണിക്ക് അവതരിപ്പിക്കുന്ന പുതിയ നിയമം. എന്താണ് ഇതിന്റെ VP റാംജി നിയമം? അതാണ് ഗാന്ധിജിയെ മാറ്റി റാംജിയെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഗാന്ധിജിയുടെ റാം അല്ല ആ റാം എന്ന് എല്ലാവർക്കും അറിയാം. വളരെ വിദഗ്ധമായിട്ട് റാം ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഗാന്ധിജിയുടെ റാം അല്ല. ഗോഡ്സെയുടെ വെടിയേറ്റ് വീഴുമ്പോ ഗാന്ധി അവസാനം ഉച്ചരിച്ച ഹേ റാമിലെ റാം അല്ല ഇപ്പോ നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള VP റാംജിയുടെ റാം. പ്രശ്നം പേര് മാറ്റുന്നത് മാത്രമല്ല, പേര് മാറ്റുന്നതിൽ തൊട്ട് കോടിക്കണക്കിന് മനുഷ്യരുടെ ഉപജീവനത്തിന് നേരെയുള്ള യുദ്ധമാണ് മോദി ഗവൺമെന്റ് ഇപ്പോ അഴിച്ചുവിട്ടിരിക്കുന്നത്. ക്രൂരമായ ഒരാക്രമണം സാധാരണ മനുഷ്യരുടെ ജീവിതത്തിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അവർ നടത്തുകയാണ്. അപ്പോഴാണ് ചിലര് ഇത് വെറും ഒരു പേരുമാറ്റത്തിന്റെ പ്രശ്നമായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇന്നിപ്പോ ഒരു പത്രത്തിന്റെ മുഖപ്രസംഗം വായിച്ചപ്പോ ഒരു വരി ഈ പദ്ധതി കൊണ്ട് കോടിക്കണക്കിന് മനുഷ്യർ, കേരളത്തിൽ 22 ലക്ഷം ആളുകൾക്കുണ്ടാവുന്ന, അത് അട്ടിമറിക്കുന്നുകൊണ്ട് ഉണ്ടാവുന്ന നഷ്ടത്തെക്കുറിച്ച് ഇല്ല. വിചിത്രമായിരിക്കുന്നു എന്ന് അതിനെപ്പറ്റി സാന്ദർഭികമായി പറയാനുള്ളൂ. ഇവിടെ എന്തെല്ലാമാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ? ഒന്ന്, 40% ഇനി മുതൽ സംസ്ഥാനങ്ങൾ വഹിക്കണമെന്നാണ്. നിലവിൽ മുഴുവൻ കേന്ദ്ര ഫണ്ടിംഗ് ആണ്. നിയമം അങ്ങനെയാണ്. 2004 പാസാക്കിയ നിയമം അങ്ങനെയാണ്. ഇപ്പൊ അത് 40% സംസ്ഥാനങ്ങളുടെ തലയിലാക്കിയിരിക്കുന്നു. ഇപ്പോ കേരളത്തിന് ശരാശരി 4000 കോടിയാണ് ഒരു വർഷം കിട്ടുന്നത്. ശരാശരി 40% വഹിക്കണം എന്ന് പറയുമ്പോൾ 1600 കോടി രൂപ ഓരോ വർഷവും സംസ്ഥാനത്തിന്റെ ബാധ്യതയായിട്ട് അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. ഇപ്പൊ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമപ്രകാരം കേന്ദ്രം പൂർണ്ണമായിട്ട് ഉത്തരവാദിത്വമുള്ളൊരു പദ്ധതി ഏതാണ്ട് പകുതി ഇപ്പൊ സംസ്ഥാനത്തിന്റെ തലയിൽ വെച്ച് കിട്ടിയിരിക്കുന്നു. മാത്രമല്ല, ചെലവ് പകുതി സംസ്ഥാനങ്ങൾ എടുക്കണം, പക്ഷെ വ്യവസ്ഥയെല്ലാം കേന്ദ്രം തന്നെ തീരുമാനിക്കും. പേര് മുതൽ എല്ലാ വ്യവസ്ഥയും, എല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെയും കാര്യത്തിൽ മോഡി ഗവൺമെന്റ് സ്വീകരിച്ച നിലപാടാണ്. ഇത് സംസ്ഥാനങ്ങളുടെ ധനപരമായിട്ടുള്ള അവകാശങ്ങൾക്ക് നേരെയുള്ള ആക്രമണം കൂടിയാണ്. ഇപ്പോ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷമാണ് 90-10 എന്ന അനുപാതം കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കാര്യത്തിൽ ആദ്യം 75-25 ആക്കി, 60-40 ആക്കി, ചിലതിൽ 50-50 ആണ്. നേരത്തെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ 90% കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തമായിരുന്നു. മോദി ഗവൺമെന്റ് വന്നപ്പോ അത് 75-25 ആക്കി ആദ്യഘട്ടം, പിന്നെ 60-40 ആക്കി. ഇപ്പൊ അമൃത് 2, അതുപോലെ
സ്മാർട്ട് സിറ്റി ഒക്കെ 50-50 ചില പദ്ധതികളിൽ. പേരവർ നിശ്ചയിക്കും, വ്യവസ്ഥകൾ അവർ നിശ്ചയിക്കും. ചിലതിൽ ഫണ്ടിങ്ങിനും ചിലതിലല്ല, മിക്കവാറും എല്ലാത്തിനും ബ്രാൻഡിങ്ങും നിർബന്ധം. കേന്ദ്രത്തിന്റെ ബ്രാൻഡിങ്ങും. ഇപ്പൊ സംസ്ഥാന അവകാശങ്ങൾക്ക് നേരെ നടത്തുന്ന നഗ്നമായിട്ടുള്ള കടന്നാക്രമണത്തിന്റെ, ഒരു മര്യാദയുമില്ലാത്ത കടന്നാക്രമണത്തിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണിത്. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് 1600 കോടി രൂപയുടെ അധിക ബാധ്യത നമുക്ക് വരും. പിന്നെ ഈ നിയമത്തിൽ, ഒറിജിനൽ നിയമത്തിൽ, മൂല നിയമത്തിൽ തൊഴിൽ നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ അലവൻസും വൈകുന്നതിൽ, വേതനം കൊടുക്കാൻ വൈകിയാൽ നഷ്ടപരിഹാരത്തിനും വ്യവസ്ഥയുണ്ട്. ഇനി മുതൽ അത് സംസ്ഥാനം ചെയ്യണമെന്നാണ്. കേന്ദ്രം നടപ്പാക്കുന്ന പദ്ധതിയിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വന്നാൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാക്കി മാറ്റുന്നു. ഇപ്പോൾ തന്നെ നമുക്ക് 826.9 കോടി രൂപ കുടിശ്ശികയാണ്. 826.9 കോടി രൂപ. 426.7 കോടി കുടിശ്ശികയുള്ളത് അവിദഗ്ധ വേതനത്തിലാണ്. 264 കോടി കുടിശ്ശികയുള്ളത് മെറ്റീരിയൽ ഇനത്തിലാണ്. അതുപോലെ 48.9 കോടി വിദഗ്ധ വേതനത്തിലാണ് കുടിശ്ശികയുള്ളത്. 826.9 കോടിയാണ് നിലവിൽ കുടിശ്ശിക. ഈ കുടിശ്ശിക വരുത്തുന്നതും ബോധപൂർവമാണ്. കാരണം വേതനം കുടിശ്ശികയാക്കി വെച്ചാൽ ആളുകൾക്ക് ജോലി എടുത്തിട്ട്, ഇത് പകലന്തിയോളം പൊരിവെയിലത്ത് പണിയെടുക്കുകയാണല്ലോ. പ്രായം ചെന്നവരും സ്ത്രീകളാണ് മഹാഭൂരിപക്ഷം. ഇതിൽ ജോലിയെടുക്കുന്നവരിൽ മഹാഭൂരിപക്ഷവും സ്ത്രീകളാണ്. ഭാരതത്തിൽ ഇത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഒരാക്രമണം കൂടിയാണ്. കാരണം കേരളത്തിലൊക്കെ 90% സ്ത്രീകളാണ്. അവരുടെ ഒരു ഏക ഉപജീവന മാർഗമാണിത്. അപ്പോൾ സ്ത്രീ വിരുദ്ധമായ ആക്രമണം കൂടിയാണ് ഇത്. വേതനം വൈകിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ? പിന്നെ ഇവര് ഈ പദ്ധതികൾ തുടർന്ന് നടപ്പാക്കാൻ, തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രവൃത്തികൾ പിന്നെ നടപ്പാക്കാൻ പറ്റാത്ത സ്ഥിതി വരും. അപ്പൊ അതിനെ സ്വാഭാവികമായിട്ട് കൊല്ലുക എന്ന ഉദ്ദേശത്തോടെയാണ് നിരന്തരമായിട്ട് കുടിശ്ശിക വരുത്തിയത് വേതനത്തിൽ. 826 കോടി ഇപ്പൊ വരുത്തി. ഓരോ സന്ദർഭത്തിലും ശരാശരി 700-750 കോടി കുടിശ്ശിക നിലനിർത്തിക്കൊണ്ടേയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഫണ്ടിങ് പാറ്റേണിൽ മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥ, കാർഷിക സീസണുകളിൽ പ്രവൃത്തി നടത്തരുത് എന്ന് ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയിൽ ചിലയിടത്തൊക്കെ 3 സീസൺ വരെ ഉണ്ട്, 3 വിള വരെ ഉണ്ട്. ഫലത്തിൽ തൊഴിലുറപ്പ് പദ്ധതി നടത്തരുത് എന്ന് പറയുന്നതിന് തുല്യമാണ് കാർഷിക സീസണിൽ പ്രവൃത്തി നടത്തരുത് എന്ന് പറയുന്നത്. 60 ദിവസം വരെ ഇങ്ങനെ തൊഴിൽ ഒഴിവാക്കാം എന്ന നിർദ്ദേശം ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 60 ദിവസം വരെ. കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് ബില്ലില് ഒരു കണ്ണിൽ പൊടിയിടുന്ന വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുണ്ട്. കേട്ടാ കൊള്ളാമല്ലോ എന്ന് തോന്നും. 100-ൽ നിന്ന് 125 തൊഴിൽ ദിനങ്ങൾ ഉയർത്തും എന്നാണ്. പക്ഷെ എവിടെ ഉയർത്തുന്നതാണ്? കേന്ദ്ര സർക്കാർ നോട്ടിഫൈ ചെയ്യുന്ന ഗ്രാമീണ മേഖലകളിൽ 125 ഉയർത്താം എന്നാണ്. നോട്ടിഫൈ ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിനാണ്. പക്ഷെ ആ ബില്ലിൽ തന്നെ സെക്ഷൻ 5(1) പറയുന്നുണ്ട്, സംസ്ഥാനത്തെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും നോട്ടിഫൈ ചെയ്യപ്പെടണമെന്നില്ല. കേരളത്തിലൊക്കെ പല ഗ്രാമപഞ്ചായത്തുകൾക്കും നഗര സ്വഭാവമൊക്കെ ഉള്ളതുകൊണ്ട് വലിയ തോതിൽ നോട്ടിഫൈ ചെയ്യപ്പെടാതെ പോകും. അപ്പൊ യഥാർത്ഥത്തിൽ ഈ പഞ്ചസാരയിൽ പുരട്ടിയൊരു വിഷമാണ് ഈ വ്യവസ്ഥ. 125 ആക്കും എന്ന് കാണുമ്പോൾ ഇത് കൊള്ളാം എന്ന് തോന്നും. പക്ഷേ നോട്ടിഫൈ ചെയ്യാനുള്ള അധികാരം കേന്ദ്രത്തിനാണ്. മാത്രമല്ല എല്ലാം നോട്ടിഫൈ ചെയ്യണമെന്നില്ല എന്നും ബില്ലിലുണ്ട്. അപ്പോ വളരെ കുറച്ചെണ്ണം നോട്ടിഫൈ ചെയ്ത് എണ്ണം പരിമിതപ്പെടുത്താനുള്ള നീക്കം കൂടിയാണ് ഇവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ആധാർ ബേസ്ഡ് പേയ്മെന്റ് സിസ്റ്റം ഉണ്ട്, ABPMS. അത് സംബന്ധിച്ച ആശങ്ക കേരളം അറിയിച്ചതാണ്. ഇപ്പൊ വിദൂര തൊഴിലിടങ്ങൾ, ആദിവാസി മേഖല, ഇത് ആദിവാസി മേഖലയൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്നത്. കേരളമാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി സ്വന്തം നിലയിൽ ട്രൈബൽ പ്ലസ് നടപ്പാക്കിയ സംസ്ഥാനമാണ്. 100 ദിവസം അധിക തൊഴിൽ ദിനം ആദിവാസി മേഖലകളിൽ നൽകിയ ട്രൈബൽ പ്ലസ് നടപ്പാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. LDF ഗവൺമെന്റ് ആണ് അത് ചെയ്തത്. ഇവിടെ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ
ഈ നെറ്റ്വർക്ക് ഇല്ലാത്തത് കൊണ്ടും ഒക്കെ പിന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സാങ്കേതിക പരിജ്ഞാനമില്ലായ്മ കൊണ്ടൊക്കെ ഈ ആധാർ ബേസ്ഡ് പേയ്മെന്റ് സിസ്റ്റം ഫലപ്രദമായിട്ട് വരില്ല. അപ്പൊ എന്ത് ചെയ്യും? എടുത്ത പണിക്ക് കൂലി കിട്ടില്ല. അപ്പൊ നമ്മൾ ഈ എതിർപ്പ് നേരത്തെ തന്നെ അറിയിച്ചതാണ്. ഇതെല്ലാം കാണുന്നത് അറിയോ? ഇപ്പൊ പെട്ടെന്ന് ഈ നിയമം കൊണ്ടുവരുന്നതിലൂടെ മാത്രമല്ല, അതിനു മുമ്പ് എല്ലാ നിലയിലും ഇതിനെ ദുർബലപ്പെടുത്താൻ, വെള്ളം ചേർക്കാൻ നിരന്തരമായി ആസൂത്രിതമായി ശ്രമിച്ച് അതിനൊടുവിലാണ് ഇപ്പൊ ഈ നിയമം വരുന്നത്. ABPMS ഇതില്ലാതാക്കാനുള്ള ശ്രമമായിരുന്നു. തുടർച്ചയായി നൂറുകണക്കിന് കോടി രൂപ, ഇന്ത്യയിലാകെ നോക്കി ആയിരക്കണക്കിന് കോടി രൂപ കൂലി കുടിശ്ശിക വരുത്തിയത് ഇനി ആരും ഈ പണിക്ക് വരരുത് എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ മറ്റു പല വ്യവസ്ഥകളും കൊണ്ടുവന്നത് ഈ പദ്ധതിയെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. തൊഴിൽ വിഹിതം വെട്ടിക്കുറച്ചത്. ഇപ്പൊ നമ്മുടെ മുമ്പിൽ കണക്കുണ്ട്. കേന്ദ്ര ഗവൺമെന്റ്, മോദി ഗവൺമെന്റ് വന്ന ശേഷം കഴിഞ്ഞ 5 വർഷത്തെ മാത്രം ഞാൻ പറയാം. 10 വർഷത്തെ പറയുമ്പോൾ കുറെ അധികം പറയേണ്ടി വരും. 2020-21 385.67 കോടി തൊഴിൽ ദിനമായിരുന്നു. 2021-22 ആയപ്പോൾ 337.76 കോടിയായി. 2022-23 വീണ്ടും ഗണ്യമായി കുറച്ച് 285.33 കോടിയായി. 2024-25 286 അവിടെ തന്നെ നിന്നു. 2025-26 നമ്മൾ നോക്കണം. അത് അല്ല 210.47 കോടിയാണ്. 210 എന്ന് പറഞ്ഞാൽ 2020-21 385 കോടി തൊഴിൽ ദിനം അനുവദിച്ചത് 25-26 ആയപ്പോ 210 കോടിയായി. ഇതാ ഞാൻ പറഞ്ഞത്, ആസൂത്രിതമായിട്ട് ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത്. അത് പൂർത്തിയാക്കാനാണ് ഈ ബില്ല് ഇപ്പോ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുപാട് ദ്രോഹകരമായ വ്യവസ്ഥകൾ ഇതിലടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പദ്ധതി നിർവഹണത്തെ സംബന്ധിച്ചിട്ടുള്ള പരാതികളിൽ പ്രാഥമിക വീഴ്ച കണ്ടെത്തിയാൽ ഫണ്ട് തടയാനുള്ള കാരണമാക്കും എന്നാണ്. നേരത്തെ എങ്ങനെ വെച്ചാൽ വേതനം തടസ്സപ്പെടുത്തില്ല, വേതനം കൊടുത്ത ശേഷം ബാക്കി കാര്യങ്ങൾ സ്വീകരിക്കും. ഇപ്പൊ ഫണ്ട് തടയുന്ന പറഞ്ഞാൽ വേതനം തടസ്സപ്പെടുത്തും. അപ്പൊ പിന്നെ ആളുകൾ ഉണ്ടാവുമല്ലോ. പിന്നെ ഗ്രാമപഞ്ചായത്തുകളെ ABC എന്ന് ക്ലാസിഫൈ ചെയ്യുമെന്ന് സെക്ഷൻ 44 പറയുന്നുണ്ട്. അപ്പൊ അതിനനുസൃതമായിട്ടാണ് പദ്ധതി തയ്യാറാക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ ക്ലാസിഫിക്കേഷൻ വീണ്ടും പരിമിതപ്പെടുത്തൽ വരികയാണ്. ഇങ്ങനെയുള്ള ധാരാളം ദ്രോഹകരമായിട്ടുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ട് ഫലത്തിൽ ഇത് ഈ ആജീവിക ബില്ലല്ല, അന്ത്യം കുറിക്കുന്ന ബില്ലാണ്. തൊഴിലുറപ്പ് പദ്ധതിക്ക് അന്ത്യം കുറിക്കുന്ന ഒരു ബില്ലായിട്ട് മാറിയിരിക്കുന്നു. അതിന്റെ ചരമക്കുറിപ്പാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഈ ബില്ല് എന്നത്. ഇത് കേരളത്തിന് ഇപ്പൊ കിട്ടുന്ന ഏറ്റവും വലിയ കേന്ദ്ര പദ്ധതി ഇതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 4000 കോടിയാണ് കിട്ടുന്നത്. ആ 4000 കോടി ശരാശരി അതിൽ തന്നെ കുറവ് വന്നിട്ടുണ്ട് കേട്ടോ. ആ തുടർച്ചയായിട്ട് കുറവ് വന്നിട്ടുണ്ട്. 2022-23 3554 കോടി, 2023-24 3221 കോടി, 24-25 വീണ്ടും 3212 കോടിയായിട്ട് കുറഞ്ഞു. ഈ വർഷം ഇതുവരെ 2928 കോടി മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. തൊഴിൽ ദിനങ്ങളുടെ കാര്യത്തിലും കുറവുണ്ടായി. 2022-23 ഈ 3 വർഷങ്ങളിലും ആദ്യഘട്ടത്തിൽ 6 കോടി തൊഴിൽ ദിനങ്ങളാണ് അനുവദിച്ചു നൽകിയത്. 25-26 5 കോടിയായിട്ട് വെട്ടിക്കുറച്ചു. നമ്മള് ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് ഈ പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളം. കാരണം ഇപ്പോ നമ്മുടെ സ്റ്റാറ്റസ് എടുത്താൽ, തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്നതിന്റെ സ്റ്റാറ്റസ് എടുത്താൽ 100 തൊഴിൽ ദിനം കൊടുത്ത സംസ്ഥാനങ്ങളിൽ കേരളം 2ാം സ്ഥാനത്താണ്. അതുപോലെ ST കുടുംബങ്ങൾക്ക് 100 ദിനം പൂർത്തിയാക്കിയതിലും ഇന്ത്യയിൽ 2ാം സ്ഥാനത്താണ് കേരളം. SC കുടുംബങ്ങൾ 100 ദിനം പൂർത്തിയാക്കിയതിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ് കേരളം. ശരാശരി SC കുടുംബങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുത്തതിൽ 1ാം സ്ഥാനത്താണ് കേരളം. ആവറേജ് ST പേഴ്സൺസ് ഡേയ്സ് കണക്കാക്കിയാൽ 2ാം സ്ഥാനത്താണ് കേരളം. അപ്പൊ ഈ നിലയിൽ
നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും നന്നായി തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്നു. മാത്രമല്ല ഏറ്റവും കാര്യക്ഷമമായും അഴിമതിയില്ലാതെയും നടപ്പാക്കുന്ന സംസ്ഥാനവും കേരളമാണ്. ഇപ്പോൾ സോഷ്യൽ ഓഡിറ്റ് എന്ന വ്യവസ്ഥയുണ്ട്. ഇന്ത്യയിൽ 100% പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ സോഷ്യൽ ഓഡിറ്റ് നടത്തിയ ഒറ്റ സംസ്ഥാനമേ ഉള്ളൂ, അത് കേരളമാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനത്ത് 60% സോഷ്യൽ ഓഡിറ്റ് നടന്നിട്ടുള്ളത്. അത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലല്ല. ഇവിടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ 100% നടപ്പാക്കി. നമുക്ക് സോഷ്യൽ ഓഡിറ്റ് സൊസൈറ്റി ഉണ്ട്. മികച്ച നിലയിൽ ആ സോഷ്യൽ ഓഡിറ്റ് പൂർത്തിയാക്കുന്ന സംസ്ഥാനമാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. ഈ ഗവൺമെന്റാണ്, രണ്ടാം പിണറായി ഗവൺമെന്റാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയത്. ഒട്ടേറെ ആനുകൂല്യങ്ങളുണ്ട്. പ്രസവാനുകൂല്യമുണ്ട്, മക്കൾക്ക് പ്രസവാനുകൂല്യമുണ്ട്, മക്കൾക്ക് വിദ്യാഭ്യാസാനുകൂല്യമുണ്ട്, വിവാഹാനുകൂല്യം തൊഴിലാളിക്കും മക്കൾക്കും ഉണ്ട്, ഇങ്ങനെ ചികിത്സാനുകൂല്യമുണ്ട്, നഷ്ടപരിഹാരമുണ്ട്. ഇങ്ങനെ ധാരാളം ആനുകൂല്യങ്ങളുള്ള ക്ഷേമനിധി ഇന്ത്യയിൽ ഒറ്റ സംസ്ഥാനമേ നടപ്പാക്കിയിട്ടുള്ളൂ, അത് കേരളമാണ്. ഓണം അലവൻസ് 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയവർക്ക് ഓണത്തിനോടനുബന്ധിച്ച് 1250 രൂപയുടെ അലവൻസ്, പ്രത്യേക അലവൻസ് കേരളം കൊടുക്കുന്നുണ്ട്. ഇപ്പോ ഈ 2024-25 സാമ്പത്തിക വർഷം ആ അലവൻസിന് അർഹരായത് 5,19,619 കുടുംബങ്ങളാണ്. 65 കോടി രൂപ ഇതിനു വേണ്ടി ചെലവഴിച്ചു. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി കൂടിയാണിത്. ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് നടപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതാണ് ഇവിടെ അട്ടിമറിക്കുന്നത്. ഇപ്പോൾ ഇതിന് പുറമെ നമ്മൾ കാണേണ്ടത് നഗര തൊഴിലുറപ്പ് പദ്ധതി പൂർണ്ണമായും സംസ്ഥാന പദ്ധതിയായിട്ട് ഇന്ത്യയിൽ ആദ്യം നടപ്പാക്കിയതും ഈ LDF ഗവൺമെന്റാണ്. ഇന്ത്യയിൽ ആദ്യം നഗര തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കിയത് ഈ ഗവൺമെന്റാണ്. ട്രൈബൽ പ്ലസിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇന്ത്യയിൽ അങ്ങനെയൊരു സംസ്ഥാന പദ്ധതി പ്രത്യേകമായി നടപ്പാക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും മികച്ച നിലയിൽ നടപ്പാക്കുന്നു എന്ന് മാത്രമല്ല, തൊഴിലുറപ്പ് പദ്ധതിയെ കൂടുതൽ വികസിതമായ നിലയിൽ സംസ്ഥാന പദ്ധതി കൂടിയാക്കി മാറ്റി നമ്മൾ നടപ്പാക്കുകയാണ്. അതിനെല്ലാം ഇത് ബാധിക്കും. 22 ലക്ഷം പേര് കേരളത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളായിട്ടുണ്ട്. അവരെ ബാധിക്കുന്ന, അവരുടെ ഉപജീവനത്തെ ഇല്ലാതാക്കുന്ന, അതിൽ തന്നെ മഹാഭൂരിപക്ഷം സ്ത്രീകളാണ്, അവരുടെ ഏക വരുമാന സ്രോതസ്സിനെ ഇല്ലാതാക്കുന്ന ഹൃദയശൂന്യവും ക്രൂരവുമായിട്ടുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഇത് ഇപ്പൊ തുടങ്ങിയതല്ല. ഇത് 1ാം UPA സർക്കാരിന്റെ കാലത്ത് ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചപ്പോൾ തുടങ്ങിയതാണ്. കാരണം അന്ന് ഈ വ്യവസ്ഥ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരാൻ നോക്കി, കാർഷിക സീസണിൽ നിർത്തിവെക്കണമെന്നുള്ളത്. 1ാം UPA സർക്കാർ ഇടതുപക്ഷ പിന്തുണ പിൻവലിച്ചപ്പോൾ തന്നെ തുടങ്ങി. 2ാം UPA സർക്കാരിന്റെ കാലത്ത് ചിദംബരം ധനകാര്യമന്ത്രിയായപ്പോ തുക വെട്ടിക്കുറച്ചു. തുക വെട്ടിക്കുറച്ച കണക്കുണ്ട് ഇവിടെ. അന്ന് മുതൽ ഈ അലോക്കേഷൻ വെട്ടിക്കുറയ്ക്കാൻ തുടങ്ങി. 2011-12 2ാം UPA ആണ്, ഇടതുപക്ഷത്തിന്റെ പിന്തുണയില്ല. 40,000 കോടിയിൽ നിന്ന് 33,000 കോടിയായിട്ട് വെട്ടിക്കുറച്ചു പി ചിദംബരം. അന്ന് ഇടതുപക്ഷമൊക്കെ വലിയ പ്രതിഷേധം ഉയർത്തി. അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ തുക വെട്ടിക്കുറയ്ക്കൽ. എന്ന് വെച്ചാൽ 2ാം UPA ഗവൺമെന്റ് തുടങ്ങി വെച്ച ഉദകക്രിയ ഇപ്പോ 3ാം മോദി ഗവൺമെന്റ് പൂർത്തിയാക്കുന്നു. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഇന്ത്യയിൽ കോടിക്കണക്കിന് മനുഷ്യരെ പട്ടിണി മരണത്തിൽ നിന്ന് രക്ഷിച്ച പദ്ധതി ഇതാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് ഈ കുടിയേറ്റ തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾ തിരിച്ചു പോയല്ലോ. നമ്മൾ അന്ന് കണ്ട ദൃശ്യങ്ങളൊന്നും മറക്കരുത്. കാൽനടയായിട്ടാണ് ആയിരക്കണക്കിന് കിലോമീറ്റർ ആളുകൾ സ്വന്തം ഗ്രാമത്തിലേക്ക് തിരിച്ചു പോയത്. അന്ന് തൊഴിലുറപ്പുള്ളത് കൊണ്ട് മാത്രം കൂട്ട പട്ടിണി മരണങ്ങൾ ഒഴിവായതാണ്. അത്തരമൊരു പദ്ധതിക്കാണ് ഇപ്പോ ഈ സർക്കാർ അന്ത്യം കുറിക്കുന്നത്. മാത്രമല്ല, ഈ സംസ്ഥാനങ്ങൾ ചെലവ് വഹിക്കണമെന്നത് ചിദംബരത്തിന്റെ നിർദ്ദേശമാണ്. 2013 ഇപ്പൊ ഇന്ത്യൻ എക്സ്പ്രസ് എന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസ്, a certain percentage of the cost should be borne by the states. അന്ന് അത് നടപ്പാവാതെ പോയത് പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ ശക്തമായിട്ടുള്ള എതിർപ്പ്, ഒപ്പം ആ 2ാം UPA ഗ്രാമവികസന മന്ത്രിയായിരുന്ന രഘുവംശ് പ്രസാദ് സിംഗ്, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ശക്തമായിട്ടുള്ള എതിർപ്പ് മൂലമാണ് സംസ്ഥാനങ്ങൾ ചെലവ് വഹിക്കണം എന്നത് അന്ന് നടപ്പാവാതെ പോയത്. രഘുവംശ് പ്രസാദ് സിംഗ് കോൺഗ്രസ് ആയിരുന്നില്ല, അദ്ദേഹം ശക്തമായിട്ട് ഘടകകക്ഷിയാണ്. പിന്തുണയില്ലെങ്കിൽ ഗവൺമെന്റ് ഉണ്ടാവില്ല.
അദ്ദേഹം ശക്തമായ എതിർപ്പ് ഉയർത്തിയപ്പോഴാണ് ഇടതുപക്ഷത്തിനൊപ്പം ഗവൺമെന്റിനകത്ത് രഘുവംശ പ്രസാദ് സിംഗും എതിർത്തു. ഇതുകൂടി നമ്മൾ കാണണം. അതുകൊണ്ടാണ് ഇന്നലെ ഇതൊരു പ്രധാന പ്രശ്നമായിട്ട് ഉയർന്നു വന്നിട്ടും കേരളത്തിൽ നിന്നുള്ള UDF MP-മാർ പാരഡിപ്പാട്ട് പാടി രസിച്ചത് പാർലമെന്റിൽ. ഇന്നലെ അവർക്ക് അതായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യരുടെയും കേരളത്തിൽ 22 ലക്ഷം കുടുംബങ്ങളുടെയും അന്നം മുട്ടിക്കുന്ന ഒരു ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരുന്ന ദിവസം വട്ടത്തിൽ നിന്ന് പാരഡിപ്പാട്ട് പാടിയ അശ്ലീലത്തിന് കേരളം സാക്ഷ്യം വഹിച്ചു. നമ്മൾ ദൃശ്യങ്ങൾ കണ്ടല്ലോ. അതൊക്കെ കഴിഞ്ഞെങ്കിൽ ഈ ജനങ്ങളുടെ ഒരു ജീവിത പ്രശ്നം ഉന്നയിക്കാൻ അവർ സമയം കണ്ടെത്തണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്നലെ പിന്നെ ഇടതുപക്ഷ MP-മാർ ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ MP-മാർ ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ന് ഇടതുപക്ഷം പാർലമെന്റിൽ പ്രതിഷേധം നടത്തി. ഇടതുപക്ഷം ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തിയിട്ടാണ് പ്രതിഷേധിക്കുന്നത്. ഇടതുപക്ഷം മാത്രമേ ഇന്ന് പ്രതിഷേധിച്ചിട്ടുള്ളൂ എന്ന് കാണുന്നു. എല്ലാ ഇടതുപക്ഷ പാർട്ടികളും ചേർന്നാണ് പ്രതിഷേധിച്ചത്. അപ്പോൾ യഥാർത്ഥ ജീവിത പ്രശ്നങ്ങൾ, മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ള സ്ഥലമാണ് പാർലമെന്റ്. ആളുകളുടെ ഉപജീവനം മാർഗം മുട്ടിക്കുന്നതിനെതിരായിട്ടുള്ള ശബ്ദമുയരേണ്ട സ്ഥലമാണ്. കോൺഗ്രസിന് ചിലപ്പോൾ കുറച്ച് മനസാക്ഷി കുത്തുണ്ടാവും. കാരണം ഇതെല്ലാം പുറത്തു വരുമല്ലോ. ചിദംബരത്തിന്റെ കാലത്ത് തുക വെട്ടി കുറച്ചതും അന്ന് തന്നെ സംസ്ഥാനങ്ങൾ ചെലവ് വഹിക്കണമെന്ന് നിർദ്ദേശം വെച്ചതും അതുപോലെ കാർഷിക സീസണിൽ പണി നിർത്തിവെക്കണം എന്ന് അന്ന് അവർ പറഞ്ഞതും ഒക്കെ പുറത്തു വരും എന്നതുകൊണ്ടായിരിക്കണം ആ പ്രശ്നം ഉന്നയിക്കാൻ മടിക്കുന്നത്. ഇതുവരെ ഏതെങ്കിലും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ ഒരു പ്രതിഷേധം ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ടവരുടെ ആരുടേതും പാർലമെന്റിൽ ഉയർന്നതായിട്ട് ഒരു സ്വരം ഉയർന്നതായിട്ട് നമ്മളാരും കേട്ടിട്ടില്ല. അപ്പൊ അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്, പ്രത്യേകിച്ച് കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു പോയവരോട്, ഈ തൊഴിലാളികളുടെ അവരുടെ കുടുംബത്തിന്റെയും കൂടി പ്രതിനിധികളാണല്ലോ അവര്. ഇപ്പോ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയർത്തണം. ഇടതുപക്ഷ MP-മാർ അത് ശക്തമായി തന്നെ ഉയർത്തുന്നുണ്ട്. കേരളത്തിൽ വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ ഉയർന്നു വരേണ്ടി വരും. കേരളത്തിൽ രാജ്യവ്യാപകമായിട്ട് ഉയർന്നു വരേണ്ടി വരും ഇതിനെ സംരക്ഷിക്കണമെങ്കിൽ.